ഹായ് ഗൈസ്, അഡ്വക്കേറ്റ് രജി മനോജ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 hours അപ്പുറം പോലീസ് സ്റ്റേഷനിൽ നമ്മളെ കസ്റ്റഡിയിൽ എടുത്ത് അതായത് പോലീസ് സ്റ്റേഷനിൽ വെക്കാനുള്ള റൈറ്റ് പോലീസിന് ഇല്ല എന്നുള്ളത്. ചില സമയത്ത് കുറേ ഇൻഫ്ലുവൻസ് ആരുടെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ ബേസിസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ അവർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആരുടെ അഗേൻസ്റ്റാണ് അവർ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്, അവരെ കുറച്ച് ആ പോലീസ് സ്റ്റേഷനിൽ നിർത്തി കുറച്ച് വെറൈറ്റിയൊക്കെ വിടാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും. പോലീസിൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്താ ചെയ്യുക, പോലീസ് സാധാരണ രീതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ രാവിലെ നമ്മളെ വിളിക്കും, എൻക്വയറിക്ക് വിളിക്കും, വൈകുന്നേരമായിരിക്കും നമ്മുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഈവനിങ് കഴിഞ്ഞിട്ട് അറസ്റ്റ്, അതായത് ഈവനിങ്ങിൽ അറസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ദേ ഹാവ് ഗോട്ട് 24 hours റൈറ്റ് അല്ലേ, അടുത്ത ഈവനിങ് വരെ 24 hours സമയമുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് ഈ പറയുന്ന ആളെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കംപ്ലയിൻറ്റ് ചെയ്ത ആളിന് കുറച്ച് ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ആളാണ്, അത് നമ്മൾ മറക്കരുത്. അപ്പോൾ അയാൾ മനഃപൂർവ്വം പറഞ്ഞിട്ടുണ്ട് ഇയാളെ ജസ്റ്റ് 24 hours പോരാ, കുറച്ചും കൂടി കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഒന്ന് നരകിക്കട്ടെ, ഒന്ന് രണ്ടൊക്കെ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് രാവിലെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിലെ ആൾ അവിടെ കിടന്ന് കുറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിസിക്കൽ അനുഭവം എന്ന് മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മെൻ്റലി ഓൾസോ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈം എന്ന് പറയുന്നത് 24 hours ഉണ്ട് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അഥവാ നിങ്ങൾ 24 hours മജിസ്ട്രേറ്റിൻ്റെ അവിടേക്ക് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോകുമ്പോൾ നിങ്ങൾ എടുത്ത് പറയേണ്ടതാണ്, യു നീഡ് ടു ടെൽ ടു ദ മജിസ്ട്രേറ്റ് ദാറ്റ് ഇന്നലെ രാവിലെയാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്, വൈകുന്നേരം വരെയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, വൈകുന്നേരം കഴിഞ്ഞിട്ട് പിന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഈവനിങ് ആകുമ്പോഴത്തേക്കും 24 hours മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ 24 hours ആയിട്ട് കാണിക്കുന്നു, പക്ഷേ ഞാൻ അതിനേക്കാളും കൂടുതൽ സമയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കംപ്ലൈൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് ആരും മറക്കേണ്ട കാര്യമില്ല. ഓക്കെ, ദിസ് ഈസ് യുവർ റൈറ്റ്, സോ യൂസ് യുവർ റൈറ്റ്.